എല്ലാവരോടും ഒരു കാര്യം പറയാം. ഇന്ന് നമ്മൾ ആഗ്രഹിച്ച കാര്യം എന്തായാലും നേടിയെടുക്കണം. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, നടന്നാൽ നടന്നു, അത്ര തന്നെ. അതിനൊരു വഴിയുണ്ട്. നമുക്ക് പിണക്കം കാണിച്ചിരിക്കാം. കുട്ടിപ്പട്ടാളത്തോട് കളിച്ചാ കളി കാര്യമാവുന്നതിന് പപ്പ മനസ്സിലാക്കട്ടെ. എന്താ ഇങ്ങനെ എല്ലാരും മുഖം വീർപ്പിച്ചിരിക്കുന്നേ? എന്താണ് പ്രശ്നം? ഞങ്ങളോട് മിണ്ടണ്ട. അതാണോ പ്രശ്നം? പ്രശ്നം അതല്ല, ഞാൻ പറഞ്ഞാൽ എന്നെ വഴക്ക് പറയരുത്. നോക്കട്ടെ, ആദ്യം നിങ്ങൾ കാര്യം പറ. എന്നാൽ ഞാൻ പറയാം. ഇവരുടെ മൂന്നുപേരുടെയും കൂട്ടുകാരികളാണല്ലോ ഞങ്ങൾ. അതാണോ പ്രശ്നം? കണ്ടില്ലേ, കോളമാക്കി. ഞാൻ പറയാം, ഇവർക്കൊരു മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുമോ എന്നാ ഇവര് ചോദിക്കുന്നത്. മൊബൈലോ? എന്തിന്? സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് അമ്മയും പപ്പയും വരുന്നവരിരുന്ന് മടുത്തു. അതെ അതെ, ഒരു മൊബൈലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തേലൊക്കെ കണ്ട് സമയം പോകുമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു ഗെയിമെങ്കിലും. സ്കൂള് വിട്ട് കഴിഞ്ഞ് വന്നാൽ ഉടനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നിങ്ങളെല്ലാം ഒത്തുകൂടി പറമ്പിലൊക്കെ ഒന്ന് കളിക്കുന്നേ. അപ്പോഴേക്കും ഞങ്ങൾക്ക് എത്തില്ലേ? ഞാൻ അപ്പളേ പറഞ്ഞതല്ലേ ഒന്നും നടക്കില്ലാന്ന്. ഇതാരാ? ചാക്കോ മാഷോ? ഇരിക്കും മാഷേ. എന്താ മാഷെ വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ? കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട മാത്യൂസേ, ഞാനൊരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. എന്താ മാഷെ കാര്യം? എന്റെ മകൻ ഇന്ന് ജയിൽ മോചിതനായി. ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അന്ന് എന്റെ വീടൊരു സ്വർഗമായിരുന്നു. ഒരുപാട് ലാളിച്ചാ ഞാൻ അവനെ വളർത്തിയത്. എന്ത് ചോദിച്ചാലും ഞാൻ അവന് വാങ്ങിക്കൊടുക്കുമായിരുന്നു. നിനക്കറിയാമല്ലോ മാത്യൂസേ, ആഗ്രഹിച്ചത് എന്തും കഷ്ടപ്പെട്ട് നേടിയെടുക്കണം, എങ്കിലേ അവർക്കതിന്റെ വില മനസ്സിലാകൂ. അന്ന് അവന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ അവനൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തു, ഒരു മൊബൈൽ ഫോൺ. അറിയാത്ത പ്രായത്തിന്റെ ആവേശത്തിൽ അവൻ മൊബൈലിന്റെ അടിമയായി മാറി. ഒരുപാട് ചികിത്സകൾ നടത്തി, പക്ഷേ അവൻ ഞങ്ങളെയൊക്കെ തോപ്പിച്ചു കളഞ്ഞു. ആ ചെറിയ പ്രായത്തിൽ ഞാൻ അവന് വാങ്ങിക്കൊടുത്ത മൊബൈൽ ഉപയോഗിച്ച് അവന്റെ കൂട്ടുകാർ അവനെ ഒരു വലിയ കെണിയിൽപ്പെടുത്തി. അതെന്താ മാഷേ? മാരകമായ MDMA-യുടെ ഒരു ഏജന്റായി അവൻ മാറിയിരുന്നു. എല്ലാറ്റിനും കാരണം ആ മൊബൈലാണ്. മക്കളെ, എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, തിരിച്ചറിവാകുന്നത് വരെ മൊബൈലിന്റെ ഉപയോഗം കുറയ്ക്കണം. മാഷിന്റെ മകൻ ഇപ്പോൾ എവിടെയുണ്ട്? മയക്കുമരുന്നിന്റെ ലഹരിക്കടിമയായ അവൻ പലവിധ അക്രമങ്ങളും കാട്ടിക്കൂട്ടി. അധികാരികൾ അവനെ ജയിലിൽ അടച്ചിരിക്കുകയായിരുന്നു. ഇന്നവൻ ജയിൽ മോചിതനായി വരികയാണ്. അവൻ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ആ കോൺവെന്റ് ചാപ്പലിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണം. ഒരു പക്ഷേ അവന്റെ കൈകൊണ്ടായിരിക്കും എന്റെ മരണം. എങ്കിൽ എനിക്ക് നന്നായി ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാമല്ലോ മാത്യൂസേ. ചാക്കോ മാഷും കുട്ടികളോ? കുറെ നാളായല്ലോ ഈ വഴി വന്നിട്ട്. ഇന്നെന്താ പ്രത്യേകത? ഇന്നത്തെ ദിവസത്തിന് 2 പ്രത്യേകതകളാണുള്ളത്. ഒന്ന് എൻ്റെ മകൻ്റെ ബർത്ത്ഡേയും, മറ്റൊന്ന് എൻ്റെ മകൻ ജയിൽ മോചിതനായ ദിവസവും. അപ്പന് ഇവിടെ തന്നെ ഉണ്ടാവാന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. അപ്പാ, എനിക്ക് മാപ്പ് തരണം. ഇനി ഒരിക്കലും ഞാൻ ലഹരി ഉപയോഗിക്കില്ല. സിസ്റ്ററെ, സത്യ ഞാനീ പറയുന്നത്. കുത്തഴിഞ്ഞ ജീവിതത്തിന്റെ കടൽപ്പാടുകൾ ഇനി ഒരിക്കലും എൻ്റെ അപ്പനെ ഞാനായിട്ട് വേദനിപ്പിക്കില്ല. മാപ്പ്. കുട്ടികളെ, ഒരു മൊബൈലായിട്ട് എൻ്റെ ജീവിതം നശിപ്പിച്ചു. നിങ്ങളുടെ ജീവിതം മൊബൈലിന് അടിമകളാക്കി നശിപ്പിക്കരുത്. ഒരു ബർത്ത്ഡേക്ക് മകൻ വഴിതെറ്റി പോയെങ്കിൽ ഈ ബർത്ത്ഡേക്ക് അവൻ മാനസാന്തരപ്പെട്ടില്ലേ? ഏതായാലും ക്രിസ്മസ് അടുത്ത് വരികയല്ലേ, നമുക്ക് കേക്ക് കഴിച്ച് സന്തോഷത്തോടെ കൂടെ പിരിയാം. ശരിയാ, ഉണ്ണീഷോ പിറക്കാൻ പോവല്ലേ? ഉണ്ണീഷോയുടെ പുഞ്ചിരിയുള്ള മുഖം കാണുമ്പോൾ ആർക്കാ തെറ്റ് ചെയ്യാൻ തോന്നുക? ഇപ്പൊ നിങ്ങളുടെ പിണക്കങ്ങളൊക്കെ മാറിയില്ലേ? ആട്ടെ കുട്ടികളെ, നമുക്കൊരു പുതിയ മൊബൈലൊക്കെ വാങ്ങിച്ചാലോ? ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. ഇനി സ്വന്തമായി ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ടേ ഞങ്ങൾ ഇനി മൊബൈൽ വാങ്ങിക്കുന്നുള്ളൂ. അതെ, ഇത് ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ്. കണ്ടില്ലേ, എല്ലാ തെറ്റുകൾക്കും മാപ്പ് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉണ്ണീശോയെ പോലെ ചിരിച്ചാലോ? ഈ പാവം ചാക്കോ സാറിനെ പോലെ
എന്താ ചാക്കോ സാറേ, ശരിയല്ലേ? Yes.